ഹലോ ഗൈസ്, ഈ ഒരു എപ്പിസോഡിൽ ഗോവിന്ദൻ ആദർശിനെ തല്ലുന്നിട്ടോ ഒരു വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. അതായത് ചന്തുമോളും ആദർശും തമ്മിലുള്ള രഹസ്യം ജാനകി ഗോവിന്ദന്റെയും കനകയുടെയും മുന്നിൽ വെച്ച് അങ്ങ് തുറന്നു പറയുകയാണ്. അതായത് ജാനകിയുടെ ചെവിയിൽ ജലജ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ്. വേറൊന്നുമല്ല, അനാമികയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഗോവിന്ദനെയും കനകയും സംസാരിച്ചു എന്ന് ജലജ ജാനകിയുടെ ചെവിട്ടിച്ചെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഗോവിന്ദൻ പറയുന്നുണ്ട്, അനി നല്ലവനാ, അവൻ ആദർശിനെ പകർത്തിയവനല്ലേ, ആദർശിന്റെ പകർപ്പ് അവന്, അതുകൊണ്ട് അവൻ ഒരിക്കലും നേരായ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാനകിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ടെന്നൊക്കെ ഗോവിന്ദ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് ആകെ കൂടെ ദേഷ്യമാണ് വന്നത് ജാനകിക്ക്. അതിന്റെ കൂട്ടത്തില് ഇവരിങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ജലജ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്തില്ലേ. എല്ലാം കൂടി ആയപ്പോ ജാനകി അവിടെ ഇങ്ങനെ ആ സത്യം തുറന്നു പറയാണ്. എല്ലാത്തിന്റെയും കാരണക്കാരി ഈ ജലജ തന്നെയാണ് കേട്ടോ. അതിന്റെ പിന്നാലെ തന്നെ കനകയും ഒരുപാട് ആദർശിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. നൂലുകെട്ടി ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത്. നവ്യ ഇങ്ങനെ നയനയെ പതുക്കെ വിളിക്കുന്നുണ്ട്. നയനെ, നയനെ, ഒന്നിങ്ങ് വന്നേ. എന്താ ചേച്ചി, ഞാൻ എത്ര നേരമായി നിന്നെ ഇവിടെ നിന്ന് ആംഗ്യം കാണിച്ച് വിളിക്കുന്നു, നീ എന്താ വരാത്തത്? എനിക്കറിയാം ചേച്ചി എന്താ പറയാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അതെ, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നിന്റെ ചേച്ചിയാ. എന്തും സഹിക്കാൻ നയനെ, പക്ഷെ ഭർത്താവിന്റെ ആയുധം പിടിച്ചാ അതൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്കറിയാം നിന്റെ ഉള്ളിലുള്ള വേദന. അതുകൊണ്ടാ നയനെ പറയുന്നത്, നീ ഇനി അവിടെ അയാളെ സഹിച്ചു പിടിച്ച് നിൽക്കണ്ട. പിന്നെ ഞാൻ എന്ത് വേണം? ചേച്ചി എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ഞാൻ ബാഗും എടുത്ത് ഭർത്താവിനെ തള്ളി പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നാണോ? എന്നിട്ട് ഇവിടെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരം ആവണോ? നയനെ, അങ്ങനെയല്ല. ദേ, ഈ വിവരം നമ്മുടെ അച്ഛനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നീ അവർക്ക് ഒരിക്കലും ഭാരമാവില്ല. എന്തായാലും ആദർശേട്ടൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ നീയും അതിനെ അനുകൂലിക്കുന്നത് കാണുമ്പോ എനിക്ക് അയാളോട് വെറുപ്പാ വരുന്നത്. ചേച്ചി, ആദർശേട്ടൻ തെറ്റുകാരനല്ലെന്നാ എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത്. എന്നാ പിന്നെ അത് ആദർശേട്ടൻ തെളിയിക്കണ്ടേ? അത് തെളിയിക്കാത്ത പക്ഷം ആദർശേട്ടൻ തെറ്റുകാരനല്ലേ? നയനെ, ഇപ്പൊ എന്തൊക്കെ ടെസ്റ്റുകളുണ്ട്? ദേ, DNA ടെസ്റ്റ് നടത്തിയാൽ തന്നെ അറിയാൻ പറ്റും അത് ആരുടെ കുഞ്ഞാണെന്നുള്ളത്. ആദർശേട്ടന്റെ അല്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ തെളിയിക്കട്ടെ. എന്തുകൊണ്ട് തെളിയിക്കുന്നില്ല? ചേച്ചി, അതേക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. അതൊക്കെ തെളിയുന്ന ഒരു ദിവസം വരും. നീ ഇതും പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. ദേ, അമ്മായി വരെ സ്വന്തം മകനെ വിശ്വസിക്കുന്നില്ല, പിന്നെ നീ എന്തിനാ വിശ്വസിക്കുന്നത്? ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറം ഇത്. ചേച്ചിക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ല. എനിക്ക് എന്റെ ജീവിതം പോലെ തന്നെ നിന്റെ ജീവിതം മുഖ്യ. അല്ല, ആ പെണ്ണിനെ എന്താ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞേ? ചേച്ചി, ഇങ്ങനെ മര്യാദ ഇല്ലാതെ ആ പെണ്ണ് ഈ പെണ്ണെന്നൊന്നും വിളിക്കണ്ട. അതൊരു കുഞ്ഞല്ലേ, അതെന്ത് പഴിച്ചു? പാവം. നയനെ, എനിക്ക് ആ കുഞ്ഞിനോട് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ പലതും ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നത്. അബി എന്നോട് ഇത് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അബിക്കിപ്പം നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവന് വിശ്വസിച്ചത്. എന്നാലും ചേച്ചി ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലേ? നയനെ, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ തെളിയിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ആദർശേട്ടനെ കുറ്റപ്പെടുത്തില്ല. ദേ ചേച്ചി, നിനക്കൊരാവശ്യം വന്നപ്പോ ആദർശേട്ടനാ മുന്നിലുണ്ടായിരുന്നത്. ആ നിർമ്മലമായിട്ടുള്ള പ്രശ്നം ആദർശേട്ടനാ സോൾവ് ചെയ്ത് തന്നത്. അതുകൊണ്ടാ നയനെ ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ തെളിയിക്കട്ടെ. എന്റെ നിരപരാധിത്വം എല്ലാവർക്കും തെളിഞ്ഞു കഴിഞ്ഞതല്ലേ? അതുപോലെ ആദർശേട്ടനും തെളിയിക്കാലോ അത് തന്റെ കുഞ്ഞല്ലെന്ന്. സമയം കൊടുക്ക് ചേച്ചി, ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്നതല്ല. പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതല്ല ഇത്. ആ പിതൃത്വം തെളിയിക്കേണ്ടത് ആദർശേട്ടന്റെ കടമയാ. അത് ആദർശേട്ടൻ തെളിയിക്കും. അന്ന് എല്ലാവരും അറിയും ആരാ ചന്തുമോളുടെ അച്ഛനെന്ന്. ഇനിയിപ്പോ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ മൂത്ത കുട്ടിയായിട്ട് ചന്തുമോൾ അവിടെ വളരും. നയനെ, നീ എന്താ നയനെ ഈ പറയുന്നത്? ദേ, നിനക്ക് ഇനി ഒരു കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ആ കുട്ടി ഒരു പ്രാരാബ്ധമായിരിക്കും. ഒരിക്കലും ഇല്ല ചേച്ചി, സ്വന്തം കുഞ്ഞിനെ പോലെയാ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. ഇനി എനിക്കൊരു കുഞ്ഞു വന്നാലും ആ കുഞ്ഞിന്റെ ചേച്ചിയായിട്ട് ചന്തുമോള് വളരും. ഹോ, നിന്നെ പോലെ ചിന്തിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമായിരിക്കും. എന്നാ ആ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. ദേ, ചേച്ചിയും അനിയത്തിയും മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടേ കുറെ നേരമായി. എന്താ ഞാൻ അറിയാത്ത നിങ്ങൾക്കിടയിലുള്ള രഹസ്യം പറ. അപ്പൊ നവ്യ ഓരോന്ന് പറയാൻ തുനിയുന്നുണ്ട്. അത് പിന്നെ അമ്മേ, ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കി. അതമ്മേ, വേറൊന്നും അല്ല. ചടങ്ങിന് എന്താ നേരത്തെ വരാഞ്ഞു എന്ന് ചേച്ചി ചോദിക്കുകയായിരുന്നു. അതവക്ക് മാത്രമല്ല എനിക്കും ചോദിക്കാനുള്ളതാ. നിനക്ക് എന്തു പറ്റി? നീയേ ഇവളുടെ അനിയത്തിയാ, നീ ഇന്നലെ വരണായിരുന്നു. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ? ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. ആഹാ, അമ്മയും മക്കളും എന്താ ഇത്രത്തോനെ സംസാരിക്കുന്നത്? എന്തെങ്കിലും രഹസ്യങ്ങൾ പങ്കുവെക്കുകയാണോ? അപ്പൊ കനക പറയുന്നുണ്ട്, ആണെങ്കി ഇപ്പൊ എന്താ ജലജയെ, അമ്മയും മക്കളും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അതിനിടയിലൊക്കെ വലിഞ്ഞു കയറി വരുന്നത് മോശമല്ലേ? ഷെടാ, ഞങ്ങൾ ഇവിടേക്ക് വന്നത് അതിഥികളായിട്ടാ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും പോയിരുന്നൂടെ? ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാൻ ചെവിയും കുറിപ്പിച്ച് വന്നതല്ലേ നിങ്ങള്? ഷെടാ, ഇപ്പൊ ഇങ്ങോട്ട് വന്നതായോ തെറ്റ്? അതെ, ഞങ്ങൾക്ക് സംസാരിക്കാനത് ഞങ്ങൾ സംസാരിച്ചോളാം. ഇടയിൽ നിങ്ങൾ വരണ്ട, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. അപ്പൊ കനക പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും സംസാരിക്കാതെ. ജലജെ, ജാനകി അവിടെ ഒറ്റയ്ക്കായിരിക്കും. ആ ബോറടിക്കൊന്ന് കൂട്ടുകൊടുക്ക്. അപ്പോ ജലജ മനസ്സിൽ കരുതുന്നുണ്ട്,
ഒന്നും കിട്ടിയില്ല. ഇവിടെ വന്നാൽ വല്ലതും കിട്ടുമെന്ന് കരുതി വന്നതായിരുന്നു. ഛേ, ഈ നവ്യാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നുമില്ല. ആ ആദർശിന്റെ നല്ല മുഖം ഇവിടെ ഊരി വീഴണം. അതെങ്ങനെയെങ്കിലും നടക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. ജാനകിയെ നന്നായിട്ടൊന്ന് കുത്തിത്തിരിപ്പിക്കണം. അതിനെ കുറിച്ച് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല. ഇതും പറഞ്ഞുകൊണ്ട് ജലജ ജാനകിയുടെ അടുത്തോട്ട് ചെല്ലാണ്. ജാനകി മുറിയിന്ന് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ കേട്ടോ. ജാനകി ഒന്നിങ്ങ് വന്നേ. ആ എന്താ ജലജെ? അതെ, ആരും അറിയണ്ട. ഇവര് നമ്മളെ വിളിച്ചു വരുത്തിയത് പരിഹസിക്കാനാണെന്നാ തോന്നുന്നത്. എന്താ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടാതെ കാര്യം പറ. അതെ, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അനാമികയെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. ആരെല്ലാവരും? ആ കനകയും ഗോവിന്ദനും മക്കളും. ദേ, താന്തയുടെയും തള്ളയുടെയും മക്കളുടെ ഒക്കെ ഇപ്പോഴത്തെ ലക്ഷ്യം അനാമിക മോളെ അവിടുന്ന് പുറത്താക്കിയിട്ട് നന്ദുവിനെ അവിടെ കയറ്റാനാ. അതിന്റെ ഡിസ്കഷൻ അവിടെ നടന്നത്. എന്താ? എന്നിട്ട് നീ അത് കേട്ടോ? ഞാൻ നന്നായിട്ട് കേട്ടു. ആ കിച്ചന്റെ സൈഡിലോട്ട് മാറി നിന്നിട്ടേ തന്തയും തള്ളയും മക്കളും കൂടി സംസാരിക്കുക. ഷോ, അനാമികയെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. ദേ ജാനകി, അതൊക്കെ കേട്ടപ്പോഴേ എന്റെ രോമ എഴുന്നേറ്റെന്ന് പോയി. ഓഹോ, അപ്പൊ അവരെന്റെ അനാമിക മോളെ കുറിച്ച് വേണ്ടാത്തരം പറയായിരുന്നല്ലേ? അതേ ജാനകി, പിന്നെ ആ ആദർശിന്റെ മഹത്വം അവിടെ വിളമ്പുന്നുണ്ടായിരുന്നു. അവൻ വലിയ നല്ലവനാണത്രേ. അവനെ കണ്ടാണ് ഈ അനി പഠിക്കുന്നതെന്ന്. എന്റെ മോൻ അവനെ കണ്ട് പഠിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ ആ തലവേദനയായിട്ട് നടക്കേണ്ടി വന്നേനെ. അങ്ങനെയൊന്നും അല്ലാഞ്ഞത് ഭാഗ്യം. എന്റെ മോൻ ഒരിക്കലും അവനെ കണ്ട് പഠിച്ചിട്ടില്ല. പലതവണ ഞാനും പറഞ്ഞിട്ടുണ്ട് അവനെ കണ്ട എന്റെ മോൻ പഠിച്ചതെന്ന്. പക്ഷെ എനിക്കിപ്പോ അതാലോചിക്കുമ്പോ ആകെ കൂടെ നാണക്കേട് തോന്നും. എന്തായാലും ഈ സത്യം ഇവിടെ പറയണം. ആദർശിന്റെ മുഖംമൂടി നമുക്കിവിടെ വലിച്ചെറിയണം. അവനങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് നടക്കണ്ട. അത് നീ പറഞ്ഞത് ശരിയാ ജലജെ. നീ പറയില്ലേ കാര്യങ്ങളൊക്കെ? സത്യങ്ങൾ എല്ലാരും അറിയണം. അയ്യോ, ഞാൻ പറയാനോ? ദേ, ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അജയനും ജയേട്ടനൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ദേ, നീ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറും അനന്തപുരിയിലെ പുറമ്പോക്ക്. പക്ഷെ നീ അങ്ങനെയല്ല. നീ പറഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്തായാലും അവരെന്റെ മരുമകളെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ? അവരുടെ മോൾ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ അവർ പദ്ധതി ഇട്ടില്ലേ? ശരിയാക്കി തരാം. ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞോളാം. നീ വാ ജലജെ. ആ, അങ്ങനെ വേണം. ഇതും പറഞ്ഞ് അവര് ഹോളിലോട്ട് ചെല്ലാണ്ടോ. ഹോളില് അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അജയൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഗോവിന്ദ, ഞങ്ങൾ ഇറങ്ങുവാ. അയ്യോ, ഇറങ്ങാൻ വരട്ടെ. കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോയാ പോരെ? വല്ലപ്പോഴൊക്കെ അല്ലേ എല്ലാരും കൂടി വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല. പിന്നൊരു ദിവസം ഇതുപോലൊക്കെ വരാം. ചെന്നിട്ട് ഓഫീസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഓ ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. കനകി, നീ പോയിട്ട് എല്ലാവർക്കും ചായ എടുക്ക്. ഇത് കേട്ടപ്പോ ജാനകി പറയുന്നുണ്ട്, ചായ ഒന്നും വേണ്ട. കഴിയുന്നതും നേരത്തെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയാ മതി. അപ്പൊ അജയൻ പറയുന്നുണ്ട്, ജാനകി മിണ്ടാതിരിക്കി. ചേച്ചി ചായ എടുത്തോ. ചായ കുടിച്ചിട്ട് ഇന്ന് നമ്മൾ പോകുന്നല്ലോ അല്ലേ ഏട്ടാ? അതെ, എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ചായ കുടിച്ചിട്ട് പിരിയാം. അങ്ങനെ അവരൊക്കെ കൂടി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദർശിനെ കുറിച്ച് ഗോവിന്ദ പറയുന്നുണ്ട്, അല്ല ആദർശ മോൻ എവിടെ പോയി? മോൻ എന്താ ഇവിടുന്ന് വിട്ടു നിൽക്കുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ചിലരൊക്കെ പൂച്ചയെ പോലെ ഇരിക്കും. പിന്നീടായിരിക്കും അറിയുന്നത് അവര് സിനിമത്തേക്കാളും അപ്പുറം ആയിരിക്കുമെന്ന്. എന്നാ ജലജ ഇങ്ങനെ ഉദാഹരണപ്പെടുത്തി പറയുന്ന കേട്ടിട്ട് അജയൻ പറയുന്നുണ്ട്, ജലജ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ദേ, നിന്റെ മരുമകളുടെ അമ്മ അങ്ങോട്ട് ചായ ഇടാൻ പോയിട്ടുണ്ട്. ചെന്ന് നോക്ക്. ഞാനെന്തിനാ ചെല്ലുന്നത്? അത് അവള് തന്നെ ഇട്ടോണ്ട് തരില്ലേ? ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, ആദർശന് എന്തൊക്കെയോ ഓഫീസിലെ ടെൻഷനാ. പിന്നെ കുറച്ചായിട്ട് വർക്ക് പ്രഷറും കൂടുതലാ. ഓ, അങ്ങനെ ആയിരിക്കുമല്ലേ. അനി, നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇവിടെ ഇരിക്കി. അപ്പൊ ജലജ പറയുന്നുണ്ട്, അവനിങ്ങനെ നിരാശയോടെ നിൽക്കുന്നതേ ഇവിടെ അവൻ വിചാരിച്ച ആളില്ലായിട്ടാ. അപ്പച്ചി, അനാവശ്യമായിട്ട് ഒരുന്ന് പറയരുത്. ഞാൻ ആരെയും കണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അല്ലേനും അവളിവിടെ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. നിന്റെ ഭാര്യ ഈ ചടങ്ങിന് പങ്കെടുത്തില്ലല്ലോ. അതുകൊണ്ട് നീയും ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പാടില്ല. ആസ്ഥാനത്ത് അവനാ നേരത്തെ കാലത്ത് ചാടി ഒരുങ്ങി വന്നത്. ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല നീ. ഇത് കേട്ടപ്പോ ഗോവിന്ദ പറയുന്നുണ്ട്, അനാമിക മോൾക്ക് ഇവിടേക്ക് വരാൻ ചില നീരസങ്ങളൊക്കെ കാണും. പക്ഷേ നന്ദുമോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടെങ്കിലും അനാമിക മോൾക്ക് ഈ ചടങ്ങിന് പങ്കെടുത്തൂടായിരുന്നു. എന്തിനാ പങ്കെടുക്കുന്നത്? എന്റെ മോളെ മുൻനിർത്തി നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ ഇവിടെ പോയി പരദൂഷണം പറയാനോ? എന്തൊക്കെയാ ജാനകി നിങ്ങൾ ഈ പറയുന്നത്? ഓ, ഒന്നും കാണുന്നില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ മറഞ്ഞു നിന്നൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ജാനകി മനസ്സിൽ കരുതുന്നുണ്ട്, ഷടാ ഇവളിപ്പോ എല്ലാം പറയോ? അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ മോളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവളിപ്പോ ക്യാമ്പിലാ. അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അനിമോൻ, അവൻ നല്ലവനാ. അവൻ അവന്റെ ഏട്ടനെ പാഠമാക്കിയവനാ. ആദർശിന്റെ അതേ പകർപ്പ് അനിക്കും. അതുകൊണ്ട് അവൻ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ല. ആരുടെ പതിപ്പ്? ആദർശിന്റെയോ? ജലജെ, നീ പറയുന്നത് കേൾക്ക്. ആദർശിന്റെ പകർപ്പാണത്രേ. ഇത് കേൾക്കുമ്പോഴേ എന്റെ പെരുവിരലിൽ നിന്ന് തെരുത്ത് വരിക. ആ സമയത്ത് ഗോവിന്ദ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നത്? ആദർശ് നല്ലവനാ. അവന് പകർത്തിയവനാനി.
അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആദർശ് നല്ലവനാണെന്നോ? ഏത് വകയിൽ ആദർശ് നല്ലവനായി വരാ? നിങ്ങൾക്ക് ആദർശിനെ കുറിച്ച് എന്തറിയാം? അവനെ നിങ്ങളെ മകളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞുണ്ട്. ഇപ്പൊ ആ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കഴിയുന്നുണ്ട്. സത്യങ്ങളൊക്കെ ഓരോന്നായി ഇപ്പോഴെല്ലാം അറിയുന്നത്. ഇത് കേട്ടപ്പോ ഗോവിന്ദൻ അറിയാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ പറഞ്ഞത്? അനാവശ്യമായിട്ട് എന്തും വിളിച്ചു പറയാന്ന് കരുതരുത്. എന്റെ മകളുടെ ഭർത്താവാണത്. ആണല്ലോ, ആ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിവരെ നിങ്ങൾ അറിയിക്കണായിരുന്നു. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ജാനകി മിണ്ടാതിരിക്ക്. ഇത് പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് പറയണം. എല്ലാവരോടും മൂടിക്കെട്ടി നടക്കരുത്. ഇവരുടെ മകളെയല്ലേ അവൻ വിവാഹം കഴിച്ചത്. എന്നിട്ട് സത്യങ്ങൾ ഇവരെ അറിയാതെ വെച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും പേടിച്ച് നിൽക്കാണ്ടോ. ഒരു വശത്ത് ജയജയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, അജയ എന്താ ഇവര് പറയുന്നത്? ഇവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, സത്യമുണ്ട്. നിങ്ങളുടെ മരുമകന് മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട്. അതും നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്. നിങ്ങളുടെ മകളെ ശരിക്കും പറഞ്ഞ ആദർശ് വഞ്ചിച്ചു. ഇപ്പൊ ആ കുഞ്ഞ് അവകാശവും പറഞ്ഞ് തറവാട്ടിലെത്തിയിട്ടുണ്ട്. ആ കുഞ്ഞിനെ ആണെങ്കിലോ നിങ്ങളെ മകള് വാത്സല്യപൂർവ്വം നോക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾക്ക് അവിടുത്തെ സ്വത്തിലാക്കാന്. അതുകൊണ്ട് ഇനിയിപ്പൊ കുഞ്ഞുണ്ടായാലും ഇവൻ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല. ഇത് കേട്ടപ്പോ അജയൻ പറയുന്നുണ്ട്, അത് പിന്നെ ഗോവിന്ദേട്ടാ വേണ്ട. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ആദർശിന് മറ്റൊരു ബന്ധത്തിൽ കുഞ്ഞുണ്ടോ? എന്നാ ഇത് കേട്ടോണ്ടാണ് കനക വരുന്നത്. ഇത് കേട്ടപ്പോ തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ താഴോട്ടേക്ക് വീഴാണ്. എന്നിട്ട് കനക ഓടി വന്നിട്ട് ഗോവിന്ദേട്ടനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ട നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ആദർശമോനെ കുറിച്ച് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നോടല്ല, നീ ഇവരോട് ചോദിക്ക്. ഇവരാ പറഞ്ഞത് ആദർശിന് മുൻബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന്. എന്താ ദേവ്യാനി ചേച്ചി ഈ കേൾക്കുന്നത്? സത്യമാണ് ഇത്. അപ്പൊ ദേവ്യാനി കുറ്റം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കനകെ, എന്നോട് നീ ക്ഷമിക്കണം. എന്റെ മോൻക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എല്ലാ സത്യങ്ങളും ഇപ്പോഴാണ് അറിയുന്നത്. ആദർശാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. കനകയാണെങ്കിൽ നെഞ്ചനിട്ട് ഇടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് താഴെ വീഴാണ് കേട്ടോ. ഗോവിന്ദനാണെങ്കിൽ ആദർശിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആദർശ് പുറത്താണ്ടോ നിൽക്കുന്നത്. ജലജ പോയിട്ട് കനകയെ പെട്ടെന്ന് തന്നെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. കനകെ, ഇത് കേട്ടപ്പോ തന്നെ നീ ഇങ്ങനെ തലകറങ്ങി വീണാലോ? ഇനി എന്തൊക്കെ കേൾക്കാനുണ്ട്? ആ സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട്, മിണ്ടരുത്. നിന്റെയൊക്കെ നാവ് കൊണ്ട് ഇത്ര പ്രശ്നം ഉണ്ടായത്. പിന്നെ പറയേണ്ടത് പറയണ്ടേ എടുത്തി. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനാണ് കേട്ടോ. ഗോവിന്ദനെ കണ്ട പാടെ തന്നെ ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം? ഏയ് ഒന്നുമില്ല അച്ഛാ, ഞാൻ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല കുറ്റബോധം കൊണ്ട്. അച്ഛാ, അച്ഛനെന്തൊക്കെയാ പറയുന്നേ? മിണ്ടരുത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും എന്റെ മോള് പാവമായതുകൊണ്ടാ തന്റെ കൂടെ നിന്നത്. എന്നാ താനത് നന്നായിട്ട് മുതലെടുത്തു അല്ലേ? തന്നോട് എന്റെ മകൾ ഒറ്റ കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്റെ മകളുടെ ജീവിതത്തിലെ രഹസ്യം. അതും നിന്റെ അമ്മയായിട്ട് ഒന്നിച്ചത്. അതിന് നീ എന്റെ മോള് ഒരുപാട് ശിക്ഷിച്ചു. എന്നിട്ടും എന്റെ മോള് തളരാതെ നിന്റെ കൂടെ പിടിച്ചു നിന്നു. എന്നാൽ ഈ കാര്യം എന്റെ മോള് നിന്നെ വിട്ടു പോന്നില്ല. അച്ഛനും അമ്മയ്ക്കൊരു പ്രാരാബ്ധമായിരുന്നെന്ന് കരുതിയിട്ട് അച്ഛൻ തെറ്റിദ്ധരിച്ചേക്കുക. നിന്റെ മുൻ ബന്ധത്തിലുണ്ടായ ഒരു കുഞ്ഞാ വീട്ടിലുണ്ടല്ലേ? അത് പിന്നെ അച്ഛ, എനിക്ക് നിന്റെ നാവ് കൊണ്ട് കേൾക്കണം. അത് നിന്റെ കുഞ്ഞാണോ? അച്ഛ, അത് മതി. ഞാൻ ചോദിച്ചപ്പോ തന്നെ നിനക്ക് പറയായിരുന്നു അല്ലെന്ന്. അപ്പൊ ഇത് നിന്റെ കുഞ്ഞ് തന്നെ. മിണ്ടരുത് നീ. എന്റെ മോളെ ആനന്ദപുരിയിലേക്ക് ഇനി പറഞ്ഞു വിടില്ല. ഗോവിന്ദന് ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കും. ഇല്ലെങ്കിൽ എന്റെ മോളെ എന്റെ പണി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കും. അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചേക്കുക. അതെങ്ങനെ സാധിക്കും? അവൾ എന്റെ ഭാര്യ, അവൾ എന്റെ വീട്ടിലാ കഴിയേണ്ടത്. ഇത് പറഞ്ഞപ്പോ തന്നെ ഗോവിന്ദൻ ആദർശിന്റെ മുഖം നോക്കിയൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിനക്കത് പറയാനുള്ള അർഹതയില്ല. എന്റെ മോളെ നിനക്ക് തോന്നുന്ന രീതിയിൽ ഒരു കളിപ്പാവ പോലെ തട്ടിക്കളിക്കാൻ ഇനി ഞാൻ നിനക്ക് വിട്ടുതരില്ല. എന്റെ മോൾ എനിക്കൊരു ഭാരമല്ല, അത് നീ ഓർത്തോ. എന്നാ കനക അങ്ങോട്ട് ഓടി വരാണ്. ഗോവിന്ദേട്ട മതി ഗോവിന്ദേട്ട, എന്തിനാ ആദർശമോനെ തല്ലിയത്? മിണ്ടരുത്. അവളുടെ ഒരു ആദർശമോൻ. അവന്റെ അമ്മയ്ക്ക് എന്റെ മോള് കരള് കൊടുത്തു. അത് മാത്രോ, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്റെ കുഞ്ഞ് ആ വീട്ടിൽ കഴിഞ്ഞുകൂടി. എന്നിട്ട് ഒരിത്തിരിയെങ്കിലും ദയ കാണിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? മതി. ഇനി നീയും നയനിയും തമ്മിലുള്ള ബന്ധം. ഇത് കേട്ടപ്പോ തന്നെ ജയൻ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ തെളിയിക്കട്ടെ. അതുവരെ ഇനി നയനെയും ഞാൻ അങ്ങോട്ട് വിടില്ല. ആദർശേട്ടൻ അച്ഛൻ തല്ലിയല്ലേ? ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, നീ ഇനൊന്നും പറയണ്ട മോളെ. നീ ഒരു പാവം ആയതുകൊണ്ടാ ഇവര് നിന്നെ തട്ടി കളിക്കുന്നത്. മതി ഈ ബന്ധം. മോൾക്ക് ഞങ്ങള് വേണോ അതോ ഇവര് വേണോ? തീരുമാനിക്കാം. വഞ്ചിക്കുന്ന ഭർത്താവിനോടൊപ്പം കഴിയണോ അതോ സ്നേഹം തരണ അച്ഛനും അമ്മയുടെ തണലിൽ കഴിയണോ? അപ്പോ നയന ദയനീയമായിട്ട് ദേവേനിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, മോളെ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ നിസ്സഹായാവസ്ഥയില്ല. അവന്റെ നിരപരാധിത്വം അവൻ തെളിയിച്ച മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അല്ലാത്ത പക്ഷം
ഞാൻ മോളെ ഇവിടെ വന്ന് കാണും. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.